അപ്പോൾ ഇന്നത്തെ ടെക് ന്യൂസും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പം ആദ്യത്തെ ന്യൂസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓപ്പോയുടെ 7000 mAh ബാറ്ററിയുമായിട്ട് വരുന്ന ഒരു ഫോൺ ഡെവലപ്മെൻറ്റിലാണ് എന്നാണ് റിപ്പോർട്ട്. അപ്പം ഇതിൽ 100 വാട്ടിൻ്റെ ഫാസ്റ്റ് സപ്പോർട്ട് വരെയും വന്നേക്കാം. ഇപ്പം പഴയ പോലെയല്ല, അപ്പം ബാറ്ററി കപ്പാസിറ്റി ഒക്കെ കൂടുന്നുണ്ട്. അത് വിചാരിച്ചിട്ട് തിക്നെസ്സും വെയിറ്റും കൂടുന്നില്ല. അപ്പം നല്ലൊരു ട്രെൻഡ് തന്നെയാണ് അത്. പുതിയ ടെക്നോളജീസ് കാരണമാണ് ഇത്രയും കൂടിയൊരു ബാറ്ററി കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ ഫോണുകളിലോട്ട് വരുന്നത്. പിന്നെ റിയൽമിയുടെ GT8 Pro എന്ന സ്മാർട്ട് ഫോണിൽ 8000 mAh ബാറ്ററി വരുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അപ്പം 7000 mAh ബാറ്ററി ഒന്നുമില്ല, അതിലും കൂടുതൽ ബാറ്ററി കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നുണ്ട്. ഇപ്പം ചില ടെസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ അവർ നടത്തിയിട്ടുണ്ട്. ഇപ്പം അതിൽ ഒരു ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത് 8000 mAh ബാറ്ററിയും 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടുമാണ്. അപ്പം അതല്ലാതെ 7500 mAh ബാറ്ററിയും 100 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും 7000 mAh ബാറ്ററിയും 120 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ അവർ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം വളരെ കൂടി ബാറ്ററി കപ്പാസിറ്റിയുമായിട്ട് വരുന്ന ഫോണുകളൊക്കെയാണ് ഇനി വരാൻ പോകുന്നത്. പിന്നെ സാംസങ് S24 സീരീസിൽ One UI 7 ബീറ്റ പ്രോഗ്രാം ഡിസംബർ പകുതിയോടെ സ്റ്റാർട്ട് ചെയ്തേക്കാം എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. പിന്നെ ഒരു 2 ആഴ്ച കൂടിയൊക്കെ കഴിയുമ്പോൾ S23 സീരീസിലും ഈ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. പിന്നെ A54 പോലുള്ള ഫോണുകളിലും ഈ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. ഇപ്പം അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട്, ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. പിന്നെ നത്തിങ്ങിൻ്റെ 3 ഫോണുകളിൽ ഡെവലപ്മെൻറ്റിലാണ് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. 2025 ആദ്യത്തെ ഹാഫിൽ ഈ ഫോണുകൾ റിലീസ് ചെയ്തേക്കാം. അപ്പം ഇതിൽ നത്തിങ്ങിൻ്റെയും CMFൻ്റെയും ഫോണുകൾ ഉണ്ടായേക്കാം. ഇപ്പം അടുത്ത് ഒരു ഫോണ് ഇപ്പം ഗീക്ക് ബെൻ സൈറ്റിലൊക്കെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ സ്നാപ്ഡ്രാഗൺ 7s Gen 3 എന്ന പ്രോസസ്സറൊക്കെ വന്നേക്കാം. ഇത് CMFൻ്റെ ഫോണാണ് എന്നൊക്കെ റിപ്പോർട്ടിൽ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഐക്യു നിയോ 10R എന്നുള്ള സ്മാർട്ട് ഫോൺ ഇന്ത്യയിൽ അടുത്ത് തന്നെ ലോഞ്ച് ചെയ്തേക്കാം എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അപ്പം ഇതിൻ്റെ ബേസ് വേരിയൻ്റ് 8GB റാമും 128GB ഇൻറ്റേർണലും വരുന്നതായിരിക്കും. 8GB റാം 256GB ഇൻറ്റേർണൽ വെർഷനും 12GB റാം 256GB ഇൻറ്റേർണൽ വെർഷനും വരുന്നതായിരിക്കും. ഈ ഒരു ഫോൺ ഒന്നുകിൽ ഐക്യു നിയോ 10ൻ്റെ അല്ലാന്നുണ്ടെങ്കിൽ ഐക്യു നിയോ 10 Proയുടെ ഒരു റീബ്രാൻഡഡ് വെർഷൻ ആയിരിക്കും. അപ്പം ഈ ഒരു ഫോണിൽ 6.78 ഇഞ്ചിൻ്റെ 1.5K റെസൊല്യൂഷൻ വരുന്ന OLED ഡിസ്പ്ലേയും 144 Hz റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. 16 മെഗാ സെൽഫി ക്യാമറയും 6100 mAh ബാറ്ററിയും 120 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ വരുന്നതായിരിക്കും. പിന്നെ ഒന്നെങ്കിൽ MediaTek Dimensity 9400 അല്ലാന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 8 Gen 3 എന്ന പ്രോസസ്സർ വന്നേക്കാം. പിന്നെ 50 മെഗാ മെയിൻ ക്യാമറ സെൻസർ ഫോണിൻ്റെ ബാക്കിൽ വരുന്നതായിരിക്കും. പിന്നെ 50 മെഗാ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് അല്ലാന്നുണ്ടെങ്കിൽ 8 മെഗാ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഇതിൽ വന്നേക്കാം. പിന്നെ ഷവോമിയുടെ പാഡ് 7ഉം അതുപോലെ തന്നെ പാഡ് 7 Proയും UAE സർട്ടിഫിക്കേഷൻ സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. മുമ്പ് TDRA സർട്ടിഫിക്കേഷൻ സൈറ്റിലും SDPP സർട്ടിഫിക്കേഷൻ സൈറ്റിലും അതുപോലെ തന്നെ ഇന്ത്യയിൽ BS സർട്ടിഫിക്കേഷൻ സൈറ്റിലൊക്കെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ഈ ടാബുകളിൽ 11.2 ഇഞ്ചിൻ്റെ 3K റെസൊല്യൂഷൻ വരുന്ന LCD ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. 144 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യും. പിന്നെ 8850 mAh ബാറ്ററി ഇതിൽ വരുന്നതായിരിക്കും. ഇതിൽ പാഡ് 7ൽ സ്നാപ്ഡ്രാഗൺ 7+ Gen 3 എന്ന പ്രോസസ്സർ വരുന്നതായിരിക്കും. 13 മെഗാ ബാക്ക് ക്യാമറയും 8 മെഗാ സെൽഫി ക്യാമറയും വരുന്നതായിരിക്കും. പിന്നെ 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് വന്നേക്കാം. 7 Proയിൽ സ്നാപ്ഡ്രാഗൺ 8 Gen 3 എന്ന പ്രോസസ്സർ വരും. 50 മെഗാ ബാക്ക് ക്യാമറയും 32 മെഗാ സെൽഫി ക്യാമറ ഒക്കെ വരുന്നതായിരിക്കും. 65 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടായിരിക്കും ഇതിൽ വരിക. പിന്നെ പോക്കോയുടെ പോക്കോ F7 Ultra എന്നുള്ള സ്മാർട്ട് ഫോൺ ഇപ്പം FCC സർട്ടിഫിക്കേഷൻ സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പം ഇതിൽ ബേസ് വേരിയൻറ്റിൽ 12GB റാമും 256GB ഇൻറ്റേർണലൊക്കെ വരുന്നതായിരിക്കും. 12GB റാം 512GB ഇൻറ്റേർണൽ വെർഷനും 16GB റാം 512GB ഇൻറ്റേർണൽ വെർഷനും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അപ്പം ഈ ഒരു ഫോൺ Redmi K80 Pro എന്ന ഫോണിൻ്റെ ഒരു റീബ്രാൻഡഡ് വെർഷൻ ആയിരിക്കാനാണ് സാധ്യത. ഇതിൽ 6.6 ഇഞ്ചിൻ്റെ 2K റെസൊല്യൂഷൻ വരുന്ന OLED ഡിസ്പ്ലേ ഒക്കെ വരുന്നതായിരിക്കും. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്തേക്കാം. സ്നാപ്ഡ്രാഗൺ 888 എന്ന ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സർ വരുന്നതായിരിക്കും. 50+32+50 മെഗാ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 20 മെഗാ സെൽഫി ക്യാമറയും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. 6000 mAh ബാറ്ററിയും 120 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും 50 വാട്ടിൻ്റെ വയർലെസ് ചാർജ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ Xiaomi 15 എന്നുള്ള സ്മാർട്ട് ഫോൺ NBTC സർട്ടിഫിക്കേഷൻ സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ 6.36 ഇഞ്ചിൻ്റെ 1.5K റെസൊല്യൂഷനിൽ വരുന്ന OLED ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യും. സ്നാപ്ഡ്രാഗൺ 888 എന്ന ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സർ വരുന്നതായിരിക്കും. 50+50+50 മെഗാ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 32 മെഗാ സെൽഫി ക്യാമറയും വരുന്നതായിരിക്കും. 5400 mAh ബാറ്ററി 90 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും 50 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വന്നേക്കാം. പിന്നെ ഓസ്ട്രേലിയയിൽ കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ ബാൻ ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പം നല്ലൊരു നിയമം തന്നെയാണ് അത്. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ ടെക് ന്യൂസിൽ നോക്കാനുള്ള കാര്യങ്ങൾ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.